നമസ്കാരം. ഇടതുപക്ഷം കൂട്ടായി ഗവർണറെ വീഴ്ത്താൻ നോക്കുമ്പോഴും ഒരു പടി പിന്നോട്ടില്ലെന്ന് തെളിയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗവർണർ. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും ഗവർണറെ പിന്താങ്ങി പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയുമാണ്. കഴിഞ്ഞ ദിവസം സുധാകരൻ, ഇന്നലെ എം ഹസൻ, അങ്ങനെ ഓരോരുത്തരായി ഗവർണർക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് നിയമനത്തിൽ ഗവർണറെ ന്യായീകരിച്ച് UDF കൺവീനർ എം ഹസനും എത്തി. ഗവർണർ കൊടുത്ത ലിസ്റ്റിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എം ഹസൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കൊടുക്കുന്ന ലിസ്റ്റിൽ മാർക്സിസ്റ്റുകാർ മാത്രമേയുള്ളൂ. ഗവർണർക്ക് ഗവർണറുടെ വിവേചനാധികാരം ഉപയോഗിക്കാം. നമുക്ക് അതിനോട് യോജിക്കാം, വിയോജിക്കാം. ഗവർണറുടെ അധികാരമാണത്. അത്തരമൊരു നിയമനമായിരുന്നു വൈസ് ചാൻസലറുടെ കാര്യത്തിലും ഗവർണർ നടത്തേണ്ടിയിരുന്നത് എന്നാണ് എം ഹസൻ പറഞ്ഞത്. ഗവർണർ എല്ലാവരെയും നോമിനേറ്റ് ചെയ്യുന്നുവെന്നും CPM മാർക്സിസ്റ്റുകാരെ മാത്രമേ നോമിനേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുമാണ് ഇതിലൂടെ ഹസൻ ആരോപിച്ചിരിക്കുന്നത്. രണ്ടു പക്ഷവും പിടിക്കാനില്ലെന്നും അവസാനം എം ഹസൻ വ്യക്തമാക്കുകയും ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിൽ 18 പേരാണുള്ളത്. ഇതിൽ 9 പേർ BJP പ്രതിനിധികളാണ്. സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സെനറ്റിൽ BJP പ്രാതിനിധ്യം ഉണ്ടാകുന്നത്. സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് BJP അംഗത്തെ കൊണ്ടുവരാനാണ് 9 BJP സെനറ്റ് അംഗങ്ങളെ ചാൻസലർ കൂടിയായ ഗവർണർ നോമിനേറ്റ് ചെയ്തതെന്നാണ് ഉയരുന്ന ആരോപണം. ഗവർണർ പിണറായി സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് പിന്നിലെയും സത്യാവസ്ഥ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗവർണറാണ് ശരിയെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഗവർണർക്ക് പിന്നിൽ നിറഞ്ഞ ജനാവലിയിലൂടെ കേരളം കണ്ടത്. ജനങ്ങൾ ഒന്നിച്ച് പിണറായിക്കു നേരെ വിരൽ ചൂണ്ടുന്ന കാലം ഇനി വിദൂരമല്ല. പിണറായി നടത്തുന്ന നവകേരള സദസ്സിനേക്കാൾ വരവേൽപ്പാണ് കഴിഞ്ഞ ദിവസം ഗവർണർ ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയത്. ഇതൊരു തുടക്കം മാത്രമാണ്. CPMന്റെ പിണറായിയുടെ അടുത്ത നീക്കം ഗവർണർക്കെതിരെയാണ്. എങ്ങനെയെങ്കിലും ഗവർണറെ കെട്ടിക്കണം. അതിനുള്ള തറപ്പണി വരെ ചുഴിഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് CPM. എതിർക്കുന്നവരെ ഇല്ലാതെയാക്കാൻ CPM സഞ്ചരിച്ച വഴികളൊന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും സഞ്ചരിച്ചിട്ടുണ്ടാകില്ല. അവർ ചെയ്ത ക്രൂരതകൾ മനസ്സുള്ളവർക്കൊന്നും മറക്കാനുമാകില്ല. ഒരു കാലത്ത് ഗവർണറുമായി നല്ല ബന്ധമായിരുന്നു പിണറായിക്ക് ഉണ്ടായിരുന്നത്. ആ ബന്ധം വെച്ചാണ് ആരിഫ് മുഹമ്മദ് ഖാനെ പിണറായിയും പിണറായിസ്റ്റുകളും കാത്തിരുന്നത്. എന്നാൽ വന്നത് പുതിയൊരു ഗവർണർ തന്നെയായിരുന്നു. പഴയ വിജയന്റെ പഴയ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നെങ്കിൽ ചില പദ്ധതികളൊക്കെ കണക്ക് കൂട്ടിയാണ് ഇരുന്നത്. ഇതെല്ലാം പാളീസായപ്പോഴേ പിണറായിക്ക് ഇരിക്കെ പൊറുതിയില്ലാതെയായി. ഗവർണറെ അടിയന്തരമായി തിരിച്ചു വിളിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിക്കാനാണ് കേരളം ഒരുങ്ങുന്നത്. ഗവർണർ അസാധാരണമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. ഗവർണറുടെ പെരുമാറ്റം കേന്ദ്ര സർക്കാർ പരിശോധിക്കണം. ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുകയെന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. തിരുവനന്തപുരത്ത് പ്രതിഷേധത്തിനെത്തിയ SFI പ്രവർത്തകരെ നേരിടാൻ ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങിയതും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഗവർണർ ഉന്നതമായ ഭരണഘടനാ സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ എല്ലാം ഉത്തരവാദിത്തമായി മാറും. ഇക്കാര്യം സംസ്ഥാന ഇന്റലിജൻസ് കേന്ദ്ര ഇന്റലിജൻസിനെ അറിയിച്ചു കഴിഞ്ഞു. ഗവർണറെ ഒറ്റയ്ക്ക് ഇറങ്ങാൻ അനുവദിക്കരുതെന്നാണ് സംസ്ഥാന ഇന്റലിജൻസിന് ലഭിച്ച നിർദ്ദേശം. എന്നാൽ ഗവർണർ ഇത് അനുസരിക്കില്ല. SFI ആകട്ടെ ഗവർണറെ തെരുവിലിറങ്ങാൻ അനുവദിക്കില്ലെന്ന വാശിയിലാണ്. അവർ രാജ്ഭവന് ചുറ്റും ഗവർണർക്കെതിരെയും ബാനറുകൾ കെട്ടിയതാണ്. ഇത്തരം ബാനറുകൾ നീക്കണമെന്ന് രാജ്ഭവൻ പോലീസിന് നിർദ്ദേശം നൽകിയെങ്കിലും അത് പോലീസ് അംഗീകരിച്ചിട്ട് പോലുമില്ല. നന്ദി.